വീടില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതി. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്വന്തമായി വീട് വയ്ക്കുവാൻ സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2025 ഡിസംബർ വരെ നീട്ടി. PMAYയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകരുടെ വിഭാഗം, വരുമാനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലുള്ളവർക്കും നഗരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. നഗരങ്ങളിലുള്ളവർക്ക് വാർഷിക വരുമാനം 1.3 ലക്ഷം ഉള്ളവർക്കും സ്വന്തമായി വീടില്ലാത്തവർക്കും അപേക്ഷിക്കാം. 2.3 മുതൽ 6 ലക്ഷം വരെയും 3.6 മുതൽ 9 ലക്ഷം രൂപ വരെയും വാർഷിക വരുമാനം ഉള്ളവർക്കും സ്വന്തമായി വീടില്ലാത്തവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഗ്രാമീണ മേഖലയിൽ ഉള്ളവർക്ക്, സ്വന്തമായി വീടില്ലാത്തവർക്കും വാസയോഗ്യമല്ലാത്ത 1-2 മുറികളുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. സ്വന്തമായി ഉറപ്പുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. 2-3 4 വീലർ വാഹനങ്ങൾ ഉള്ളവർക്കും ലാൻഡ് ഫോൺ, ഫ്രിഡ്ജ് മുതലായവയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും സർക്കാർ ജോലിയുള്ളവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ആദായ തൊഴിൽ നികുതി അടയ്ക്കുന്നവർക്കും ജലസേചന സൗകര്യമുള്ള 2.5 ഏക്കറോ അതിൽ കൂടുതലോ ഭൂമിയുള്ളവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക.